നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 2 or 3 മാർക്ക് കിട്ടുന്ന രീതിയിലാണ് എല്ലാ ഫാക്ട്സും കേട്ടോ. 2 or 3 എന്നല്ല, 4 or 5 മാർക്ക് വരെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തി രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ ഭീഷണി ഉയർത്തുമെന്ന് ഗവൺമെന്റിന് തോന്നുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാനും ഗവൺമെന്റിന് അധികാരം നൽകുന്ന നിയമമാണേത്? കരുതൽ തടങ്കൽ നിയമം. കരുതൽ തടങ്കൽ നിയമം. ഈ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ? ആർട്ടിക്കിൾ 22 ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ ആണ്. സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാ? AK ഗോപാലനാണ്. AK ഗോപാലൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലൻ. കരുതൽ തടങ്കൽ നിയമം നിലവിൽ വന്നത് 1950 ഫെബ്രുവരി മാസം 26. 1950 ഫെബ്രുവരി മാസം 26. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു ഉപദേശക സമിതിയുടെ അഭിപ്രായം വാങ്ങാതെ തടങ്കലിൽ വയ്ക്കാനുള്ള കാലാവധി 3 നിന്നും 2 മാസമായി കുറച്ചെങ്കിലും വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് 3 മാസത്തെ യഥാർത്ഥ കാലയളവ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? തുടരുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ പരമാവധി എത്ര നാൾ കരുതൽ തടങ്കലിൽ വെക്കാൻ കഴിയും? 3 മാസമാണ്. 3 മാസം. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്നു മുതൽ റിപ്പബ്ലിക് ഡേ ഓഫർ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആപ്പിലെ എല്ലാ കോഴ്സിനും ഓഫർ ഉണ്ട്. 10% ഓഫർ, 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും കിട്ടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ജനറൽ PSC, 10th പ്രിലിംസ്, 10th മെയിൻസ്, കമ്പനി LGS, ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ വർഷം നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. 10 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK ഇവയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എല്ലാ കോഴ്സിനും വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അതിനോടൊപ്പം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ എന്നോണം 10% ഡിസ്കൗണ്ടും എല്ലാ കോഴ്സുകൾക്കും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓഫർ ജനുവരി 26 രാത്രി 12 മണി വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോളാം. നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ബേസ് ലെവലിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പോർഷൻസും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓഫറും അവൈലബിൾ ആണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം പിടിച്ചോളൂ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാര്? വില്യം ലോഗൻ. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വില്യം ലോഗൻ ആണ്. വില്യം ലോഗൻ. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം ആരുടെ പേരിൽ നിന്നാണ് രൂപപ്പെട്ടത്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ പേരിൽ നിന്നാണ് സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം രൂപപ്പെട്ടത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജനിച്ച സ്ഥലം ഏതാണ്? കൈനകരി. കൈനകരി എന്ന സ്ഥലത്താണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജനിച്ചത്. മണിപ്രവാളം ഏത് ഭാഷകളുടെ സംശ്ലേഷിത രൂപമാണ്? മലയാളം, സംസ്കൃതം. മലയാളം, സംസ്കൃതം. മണിപ്രവാളം. സാമൂതിരിയുടെ കാലത്തുണ്ടായിരുന്ന പ്രസിദ്ധമായ പണ്ഡിത സദസ്സാണ് ഏത്? രേവതി പട്ടത്താനം. രേവതി പട്ടത്താനം. കേരളത്തിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണ്? അറബികൾ. അറബികളാണ് കേരളത്തിൽ ആദ്യം എത്തിയ വിദേശികൾ.
കൊച്ചിയെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി ആരാ? നിക്കോളോ കോണ്ടി. നിക്കോളോ കോണ്ടിയാണ് കൊച്ചിയെക്കുറിച്ച് പരാമർശിച്ച ആദ്യ യൂറോപ്യൻ സഞ്ചാരി. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് ഇത്. പട്ടണം എന്ന പ്രദേശം. പട്ടണം എന്ന പ്രദേശം കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. കൊല്ലം. പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാ? മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാ? വില്യം ലോഗൻ. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ അറബികളാണ്. കൊച്ചിയെ കുറിച്ച് പരാമർശിച്ച ആദ്യ യൂറോപ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ച സ്ഥലം കൈനകരി. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠ സ്വാമികളാണ്. കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ്. മണിപ്രവാളം ഏതു ഭാഷകളുടെ സംശ്ലേഷിത രൂപമാണ്? മലയാളം സംസ്കൃതം. മലയാളം സംസ്കൃതം. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം ആരുടെ പേരിൽ നിന്ന് രൂപപ്പെട്ടു? ടിപ്പു സുൽത്താൻ. സാമൂതിരിയുടെ കാലത്തുണ്ടായിരുന്ന പ്രസിദ്ധമായ പണ്ഡിത സദസ്സാണ് ഏത്? രേവതി പട്ടത്താനം. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് ഏത്? പട്ടണം. പട്ടണം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക. വക്കം അബ്ദുൾ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവിയല്ല. വക്കം അബ്ദുൾ ഖാദർ. വക്കം അബ്ദുൾ ഖാദർ. INA-യുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് INA-യുടെ സ്ഥാപകൻ. എപ്പോഴും PSC കൊടുക്കുന്ന ഉത്തരം റാഷ് ബിഹാരി ബോസ് എന്ന് തന്നെയാണ്. ഒരു പരീക്ഷയ്ക്ക് സുഭാഷ് ചന്ദ്രബോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റാഷ് ബിഹാരി ബോസ് ആണ് INA-യുടെ സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഏത്? ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. INA-യുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആരാണെന്ന് ചോദിച്ചാൽ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് INA-യുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ്. INA-യുടെ രൂപീകരണത്തിന് മേൽനോട്ടം വഹിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാൻ. പിന്നീടാണ് സുഭാഷ് ചന്ദ്രബോസ് റാഷ് ബിഹാരി ബോസിൽ നിന്നും INA-യുടെ നേതൃത്വം ഏറ്റെടുത്തത്. INA-യുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിക്കൊന്ന INA-യിൽ അംഗമായ മലയാളി നേതാവാണ് ആര്? വക്കം അബ്ദുൾ ഖാദർ. 26-ാമത്തെ വയസ്സിലാണ് വക്കം അബ്ദുൾ ഖാദറിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിക്കൊന്നത്. INA-യുടെ വനിതാ വിഭാഗം നേതാവ് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം പിടിച്ചോളൂ. ജാതിക്കുമ്മി എന്ന കൃതിയുടെ രചയിതാവ് ആരാ? പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതിയുടെ രചയിതാവ്. ജ്ഞാനക്കുമ്മി, ആനന്ദക്കുമ്മി എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. പ്രശസ്തമായ തൃശൂർ പൂരം ആരംഭിച്ചതാരാ? ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാനാണ് പ്രശസ്തമായ തൃശൂർ പൂരം ആരംഭിച്ചത്. SNDP രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? 1903 ആണ്. 1903. കുന്നല കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നത് ഏത് രാജാവാണ്? കോഴിക്കോട് രാജാവാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എല്ലാം. കുന്നല കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നത് ഏത് രാജാവാണ്? കോഴിക്കോട് രാജാവാണ്. കോഴിക്കോട് രാജാവ്. കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാർ ആരാ? പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാർ. കേരളത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി ആരാണ്? അൽ ബറൂണി. അൽ ബറൂണിയാണ് കേരളത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരി. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാ? ശ്രീ ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏതാ? കാലടിയാണ്. കാലടിയിലാണ് ശങ്കരാചാര്യർ ജനിച്ചത്. പ്രശസ്തമായ
കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ്? സി കേശവൻ. വർഷം 1935. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. വർഷം 1935. പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയതാരാ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. വർഷം ഏതാണ്? 1947. 1947. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? യോജിക്കാത്ത പ്രസ്താവന, ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി ശരിയാണ്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഉദാഹരണം, അമേരിക്ക, ബ്രസീൽ. അമേരിക്ക, ബ്രസീൽ. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനായ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് ഏത്? പ്രസിഡൻഷ്യൽ സംവിധാനം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. പാർലമെന്ററി വ്യവസ്ഥയുടെ ഭരണത്തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. പ്രധാനമന്ത്രി. പാർലമെന്ററി ഭരണ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ഇന്ത്യ, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ, ജപ്പാൻ മുതലായ രാജ്യങ്ങളിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. പാർലമെന്ററി ഭരണ സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, ഭൂരിപക്ഷ പാർട്ടി ഭരണം, കൂട്ടുത്തരവാദിത്തം, രാഷ്ട്രീയമായ ഏകത, നാമമാത്രവും യഥാർത്ഥവുമായ ഭരണത്തലവൻ. നാമമാത്രവും യഥാർത്ഥവുമായ ഭരണത്തലവൻ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. മണിപ്രവാളത്തിന്റെ ലക്ഷണ ഗ്രന്ഥമായ കൃതി ഏതാണ്? ലീലാതിലകമാണ്. ലീലാതിലകം. എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിന്റെ പശ്ചാത്തലം ഇരുവഴഞ്ഞിപ്പുഴയാണ്. ഇരുവഴഞ്ഞിപ്പുഴ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന, കോഴിക്കോടിലൂടെ ഒഴുകുന്ന ഇരുവഴഞ്ഞിപ്പുഴ. ഒ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏത്? തൂതപ്പുഴയാണ്. തൂതപ്പുഴ. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാ? മീനച്ചിലാർ. മീനച്ചിലാർ ഒഴുകുന്ന ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്. മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാ? ഉണ്ണിനീലി സന്ദേശം. ഉണ്ണിനീലി സന്ദേശമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശ കാവ്യം. ഇനി ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ എന്ന സ്ഥലത്ത് നടത്തിയിരുന്ന പ്രസിദ്ധമായ ഒരു ആഘോഷമായിരുന്നു ഏത്? മാമാങ്കം എന്ന് പറഞ്ഞു. ഈ മാമാങ്കം അവസാനമായി ആഘോഷിച്ചതെന്ന? 1755. പ്രീവിയസ് ക്വസ്റ്റ്യൻ. 1755 മാമാങ്കം അവസാനമായി ആഘോഷിച്ചത്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി, വയനാട്. മാനന്തവാടി, വയനാട്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാമോ? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. ഏത് പുഴ? വളപട്ടണം പുഴ. വളപട്ടണം പുഴ. പഴശ്ശി പടിഞ്ഞാറേ കോവിലകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ. ഓർക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം നടന്നു വരുന്നു. റിപ്പബ്ലിക് ഡേ ഓഫർ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.